കുടുംബസമേതം പുതുപ്പള്ളിയിലേക്കുള്ള യാത്രയിലാണ്. നല്ല മഴ. ഞങ്ങളിപ്പോൾ ബുക്ക് ചെയ്തപ്പോഴേ മഴ ഉണ്ടായില്ല അല്ലേ? ഇപ്പോഴാണ് മഴ. നമ്മളെ കുടുംബത്തിൽപ്പെട്ട അങ്ങോട്ട് ഡ്രൈവറൊന്നും അല്ല കേട്ടോ, പുള്ളി നമ്മുടെ ആളെ പ്രസാദ് ഡൽഹിയിൽ വന്നിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് മേടിച്ച കാറല്ലേ ഇത്? പിന്നെ ഇത് ബാക്കിലിരിക്കുന്ന മഹതികളൊക്കെ ഉണ്ടോ? അളിയൻ ജോയ്സൺ ഇരിക്കുന്നു. ഇപ്പൊ ഞങ്ങൾ പുറപ്പെട്ടിരിക്കുന്നത് തേവേരി എന്നാണ്, അതായത് നിരണം വെസ്റ്റ്, തിരുവല്ല ഡിസ്ട്രിക്റ്റ്. അവിടെയാണ് എൻ്റെ ഭാര്യ വീട്. തിരുവല്ല താലൂക്കല്ലേ? പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ്, തിരുവല്ല താലൂക്ക്. വെള്ളം പൊങ്ങുമ്പോ കയറി വരാനുള്ള അത് ഒരു പ്രചരണം എന്ന് പറയുന്ന സംഭവം അവിടെ നിയമത്തില്ലായിരുന്നെന്നാ പറയുന്നത്. ഇല്ല. നിയമത്ത് നേതാക്കന്മാരല്ലാതെ പുറം പാർട്ടികളെ അവർ ഓരോ വീടുകളിൽ കയറ്റി നിർത്തിയിട്ട് ഗൂഗിൾ പേ ചെയ്യിപ്പിക്കായിരുന്നു. ഗൂഗിൾ പേ ചെയ്ത് കാശ് കൊടുത്ത് വോട്ട് വിലയ്ക്ക് മേടിച്ചു. ഇതാണ് നടക്കുന്നത്. ഇനിയിപ്പോൾ 3 സീറ്റ് പിടിച്ചില്ലേ, അടുത്ത പ്രാവശ്യം നോക്കിക്കോ 10 പിടിക്കും. പ്രാവശ്യം 15 സീറ്റ് അവർ ഇന്നത്. കഴിഞ്ഞ പ്രാവശ്യം 1 പിടിച്ചു അല്ലേ? ഇല്ല, കഴിഞ്ഞ പ്രാവശ്യം അക്കൗണ്ട് തുറന്നില്ലല്ലോ. അക്കൗണ്ട് തുറന്നു പറഞ്ഞാൽ സുരേഷ് ഗോപി MP ആയിട്ടല്ലേ? അത് MP സ്ഥാനത്തേക്കല്ലേ? ഇത് MLA സ്ഥാനത്ത് അക്കൗണ്ട് തുറന്നിട്ടുണ്ടായില്ല. ഓരാജകമല്ലല്ലേ പുള്ളി നിന്ന് തമ്പിച്ച് ലാസ്റ്റ് ജനങ്ങൾക്ക് തന്നെ ഒരു സഹതാപം തോന്നി അന്ന് ജയിപ്പിച്ചിട്ടാണ്. പക്ഷെ ഇവിടെ ഈ തിരുവല്ലാൽ ആഞ്ഞു പിടിക്കുന്നെങ്കിൽ പുള്ളി ഒന്നുകൂടെ. ഉമ്മൻചാണ്ടിയുടെ മോൻ്റെ വിജയമാണ് വിജയം. ഒരു പരസ്യമില്ല, ഒന്നുമില്ല. സൈക്കിളും കൊണ്ട് നടന്ന് ഓട്ടി ഉറപ്പാ. അത് എന്ത് ചെയ്തില്ലല്ലോ ഉറപ്പിച്ചത്. കൊട്ടിക്കൊലാശമില്ല, ഒന്നുമില്ല. 48 വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഈ രമേശ് ചെന്നിത്തലയുടെ ഒക്കെ നല്ല ഉറച്ച സീറ്റുകളൊക്കെ. അതെ, പുള്ളി പറയണ അത്രയും പൈസ ഉണ്ടെങ്കിൽ അനാവത്ത് ചെലവാണ്, അത് കൊണ്ട് 4-5 വീട് പണിത് കൊടുക്കാം. അതല്ല അതിൽ കൂടുതൽ പണിയാണ്. അത് നല്ല കാര്യം തന്നെ. ഇത് ഞാൻ ഇവിടെയാണ് നടന്നത്, അവിടത്തെ ഇല്ല. ഈ ഭാഗത്താണ് ബിലീവേഴ്സ് ചർച്ച്. ബിലീവേഴ്സ് ചർച്ച് കഴിഞ്ഞ്, പക്ഷേ ബിലീവേഴ്സിന്റെ ഹോസ്പിറ്റലിൽ വരാൻ പോയ സ്ഥലമാണ് ഈ കാണുന്നത്. ഇവിടുത്തെ ജനങ്ങൾ സമ്മതിച്ചില്ല, അതുകൊണ്ട് ഈ നാട് രക്ഷപ്പെട്ടില്ല. ആളുകൾ അറിയണ്ട്, വിവരം അറിയണ്ട്. നിരണം എനിക്ക് പൈസ ഒരുമിച്ച് തരാന്ന് പറഞ്ഞേക്കാണ്. തോറ്റു കഴിഞ്ഞപ്പോഴത്തേന് പുള്ളി പറയുന്നത് പ്രതിപക്ഷത്തിൽ ഞാനിരിക്കാനില്ല, എനിക്ക് തീരെ ആവശ്യമില്ല. മുഖ്യമന്ത്രിയാണെങ്കിൽ പുള്ളി കയറി ഇരുന്നാനെ, പ്രതിപക്ഷത്തിരിക്കാനില്ല. ബാലഗോപാലും ഇല്ല, പുള്ളിയെ തന്നെ നിർത്തണമെന്ന് പറഞ്ഞിപ്പോ. അതെ, ഞങ്ങൾ ട്രെയിനിൽ ഇങ്ങോട്ട് വന്നപ്പോഴേ അപ്പോൾ ഇതിൻ്റെ ഇലക്ഷൻ്റെ റിസൾട്ട് അതിനകത്ത് ഞങ്ങൾ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ UDF ജയിച്ചല്ലോ. അപ്പോൾ കുറച്ച് പിള്ളേർ പറയാണ്, 10 വയസ്സുള്ള പിള്ളേരാണ്, 10-12 പിള്ളേർ. അവർ പറയണേ
പിണറായി അങ്കിള് തോറ്റ്. ഇനി അമേരിക്കയിൽ പോയി ചികിത്സിക്കട്ടെ, അവിടെ പോയി കിടക്കട്ടെ. അത്രയ്ക്ക് വരെ പിള്ളേർക്ക് വരെ അറിയാം. പിള്ളേർക്ക് പോലും വെറുപ്പായി. ആ വോട്ടില്ലാത്ത പിള്ളേരാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ഇവിടുത്തെ കൊച്ചു പിള്ളേര് വരെ പിണറായിക്ക് എതിരാണല്ലോ. അപ്പൊ ഭരണ വിരുദ്ധ പ്രകടനമാണ് ഇവിടെ കണ്ടത് ഇലക്ഷന്. നിരണം യേശുലേം പള്ളിയാ. ഞങ്ങള് മാന്നാറിന്ന് തിരുവല്ലക്കുള്ള റൂട്ടിൽ വന്നു. വേണ്ടോട്ടി കയറി. വളഞ്ഞവട്ടം. അത് ഇവിടുത്തെ ഓരോരോ പേരുകളായിട്ട് ചിരി വരും. കേരളത്തിലെ മുമ്പത്തെ പേരുകൾ ചിലർ പറയുന്നുണ്ട് മാറ്റണം. പട്ടിമറ്റം അത് മാറ്റണമെന്ന് പറയുന്നുണ്ട്. പട്ടിക്കാട്, കോണോത്തുകുന്ന്, തൃശ്ശൂരുണ്ട്, അത് മാറ്റണമെന്ന് പറയുന്നുണ്ട്. പണ്ടെങ്ങാനും ആരോട്ട് അത് പിന്നെയും കൊള്ളാം. അത് ഒരു കുഴപ്പമില്ലാത്ത പേരാണ്. അതെല്ലാം നല്ലതാണ്, മനോഹരമായ പേരാണ്. ആ അഞ്ചരക്കണ്ടി. ഈ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായില്ല, അഞ്ചരക്കണ്ടി. സ്ഥലത്തിന്റെ പേര് പറയണമല്ലോ, അതല്ലേ പ്രശ്നം. അതേപോലെ നമ്മുടെ തലവടി എല്ലാവരും തലവടിക്കണമെന്ന് പറയുന്നത്. കൊടിയാടി ജംഗ്ഷൻ. ഇതിൻ്റെ ലെഫ്റ്റിലോട്ട് പോയാൽ ചക്രത്തുവാവ്, എടത്തുവാ, അങ്ങനെ പോവാം. ഇടത്തേക്ക് ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? കൊടിയാടി ഈ ജംഗ്ഷനിൽ കൊടിയാടി. ഇവിടുന്ന് തിരുവല്ലയ്ക്ക് 4 കിലോമീറ്റർ. ഇപ്പൊ തിരുവല്ല റൂട്ടിൽ കൂടി പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ പുതുപ്പള്ളി എത്തി. ഇവിടെ ഇറങ്ങിയിട്ട് അവിടെ ഇറക്കണമെന്ന് തോന്നുന്നു. എല്ലാ വണ്ടികളും പാർക്ക് ചെയ്തിട്ടുണ്ട് സൈഡിൽ. ഇവിടുന്ന് ഉണ്ടാവും, ദൂരം അല്ലേ? ഒരു കിലോമീറ്റർ ഉണ്ടാവും. ഇല്ല, പ്രാസ ഇറങ്ങുന്നുണ്ടാവും ഇപ്പോൾ. ഇവിടെ സൈഡിലിറങ്ങിയിട്ട് പ്രാസേ പള്ളിയുടെ ചുറ്റും റോഡിൽ വരും. അവിടെ ജംഗ്ഷനില്ലേ മുകളിലും അതിലേറാതെ ജംഗ്ഷൻ്റെ അവിടെ ചെന്ന് ശകലം മുന്നോട്ട് പോയിട്ട് പിന്നെ മേളത്ത് വന്ന് ഇങ്ങോട്ട് വരും. അങ്ങനെ അങ്ങനെ 1 മണിക്കൂറായിരുന്നോ അടക്കം.
പള്ളി വണ്ടി പോവാ. ഇവിടെ ഇരിക്കുന്നവർക്ക് കണ്ണയിലൊക്കെ പുതുപ്പള്ളി നല്ല മഴയാണ്. പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ അനുബന്ധിച്ചുള്ള ഭക്തിനിരന്തരമായ പ്രതീക്ഷ പള്ളിയിൽ നിന്നും ആരംഭിച്ച് കൂട്ടത്തിരപ്പള്ളി നിലയ്ക്കപ്പള്ളി പുതുപ്പള്ളി വഴി തിരികെ പള്ളിയിൽ എത്തിച്ചേരുന്നതും അതേ തുടർന്ന് അകണ്ട പ്രാർത്ഥനയും വെളുപ്പിനെ കൃത്യം അവര് വന്നിട്ട് ഉമ്മൻചാണ്ടിയുടെ കവറെടുത്തിന് വന്നു. കല്ലറയുടെ അവിടെ പോയിട്ട് വരാം. ഇത് ആപ്പിളല്ല മാങ്ങയാണ്. ഇത് ആപ്പിളല്ല മാങ്ങയാണേ. ഒന്നുകൂടെ പഴുക്കാറുണ്ട്. എങ്ങനെയുണ്ട്? ടേസ്റ്റ് എങ്ങനെയുണ്ട്? നമ്മുടെ വീട്ടിൽ
ഇരിക്കുന്ന അതേ സ്ഥലം. അതേനെ ആ നാടും കീർത്തികേത്ത പുതുപ്പള്ളിപ്പള്ളിയേ അവിയിക്കും കുഞ്ഞലേ സർപ്പപ്പീഡകൾ എന്നിവയെല്ലാം മാറ്റണമേ. പരിമേലും പുണ്യാത്മാ കരയുന്നോ ശാശ്രയമേ. ഗീവർഗി സഹതായേ ഭാവികൾ ഇവർ ഞങ്ങൾ അണയുന്നു തൃപ്പാതെ. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പരിമേലും പുണ്യാത്മാ കരയുന്നോ ശാശ്രയമേ. ഗീവർഗി സഹതായേ ഭാവി
കരയുന്നോർക്കാശ്രയമേ ജീവരുകി സഹതായേ പാപികളിവർ ഞങ്ങൾ അണയുന്നു തൃപ്പാതെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ ഞങ്ങൾക്കായി പുകൾ പെരിയോർ പുതുപ്പള്ളി തന്നെ വാഴും പൊൻകി വരുകി സേവകേറി നായാടാൻ പോയൊരു നേരം കുതിരയിലേറി നായാടാൻ പോയൊരു നേരം പുകൾ പെരിയോർ പുതുപ്പള്ളി തന്നെ വാഴും പൊൻകി വർണ്ണ കുതിരയിലേറി നായാടാൻ പോയൊരു നേരം ആൾവർണ്ണ കുതിരയിലേറി നായാടാൻ പോയൊരു നേരം താനറിയാതുള്ളൊരു സർപ്പം കുതിരയുടെ കാലി ചുറ്റി ആനറിയാതുള്ളൊരു സർപ്പം കുതിരയുടെ കാലിൽ ചുറ്റി